ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു റമദാൻ വ്ലോഗാണ്. നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഇതുപോലെ കുറച്ചധികം ലോങ് വീഡിയോസ് എല്ലാം ചെയ്ത് പോസ്റ്റ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും നടന്നിട്ടില്ല. മടിയാണോ എന്ന് ചോദിച്ചാൽ മടിയൊന്നുമല്ല. സമയപരിമിതി മൂലം ഇടാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇതിൽ 2 റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു കുനാഫ റെസിപ്പിയും അതുപോലെ തന്നെ വേറൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കുനാഫ ഉണ്ടാക്കാൻ ഇതുപോലെ കുറച്ച് ബട്ടർ ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മളെടുക്കുന്ന ഡൗവിനനുസരിച്ച് ബട്ടറിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഡവ് എടുക്കുന്നത് അത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി കുനാഫ ഡൗ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. അത് നമുക്ക് ഒരു സിസേഴ്സ് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ കൈ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ കുനാഫ ഡൗ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറിൽ അത് നന്നായി കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് മുകളിലത്തെ ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി വന്ന പോർഷൻ ഏത് പാനിലാണോ കുനാഫ റെഡിയാക്കുന്നത് ആ പാനിൽ ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചീസാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ചീസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന പോർഷൻ ഡൗ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന ലെവലിൽ നല്ലോണം പ്രസ് ചെയ്തിട്ട് സൈഡിലേക്കെല്ലാം പ്രസ് ചെയ്തിട്ട് നല്ല ഈവനായിട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഒരു മാഷർ വെച്ചോ അല്ലെങ്കിൽ നമ്മൾ കൈമുള്ള ഒരു ഗ്ലാസ് വെച്ചോ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായി സെറ്റായി കിട്ടും. ഇനി അത് മൂടി വെച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് കയറ്റാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. വളരെ ലോ ഫ്ലെയിം ആയിരിക്കണം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ഭാഗം കുക്കായി വരുമ്പോൾ സൈഡെല്ലാം മുരിഞ്ഞ് വരും. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് എൻ്റെ അസിസ്റ്റൻ്റ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആളെല്ലാ പണികൾക്കും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡെല്ലാം നല്ലോണം മുരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം, മറിച്ചിടണം. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കെയർഫുള്ളായിട്ട് വേണം മറിച്ചിടാൻ. ഈസി ആയിട്ട് തന്നെ നമുക്ക് മറിച്ചിടാൻ പറ്റും. പിന്നെ കുറച്ച് ചൂടുണ്ടാവും, അത് ശ്രദ്ധിക്കുക. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ആ അടുത്ത ഭാഗം വെച്ച് കൊടുക്കുക. അതുപോലെ അടുത്ത ഭാഗം വെച്ചിട്ട് മൂടി വെച്ച് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഒന്നുകൂടി ഞാൻ മാഷർ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് സാധാരണ ഷുഗർ സിറപ്പാണ് എല്ലാവരും ചേർക്കാറുള്ളത്. പക്ഷെ ഞാനൊരു ഡിഫറെൻറ്റ് കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒഴിച്ചത് വിപ്പിംഗ് ക്രീമാണ്. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ ക്രീം ചീസും പിന്നെ ആവശ്യത്തിന് മധുരത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കറക്കി വരാം. അധികം അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ടെക്സ്ചറായിട്ട് കിട്ടും. ഇനി നമ്മൾ കുനാഫേൻ്റെ മുകളിലേക്ക് ഈ സംഭവമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കൂട്ടി നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കുനാഫയിലേക്ക് മധുരമൊന്നും ചേർക്കാത്തത് കൊണ്ട് ഒരു നോർമൽ മധുരത്തിലുള്ളൊരു സംഭവം നമുക്ക് കിട്ടും. അതിൻ്റെ മുകളിലേക്ക് പിസ്താച്ചിയോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുനാഫ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇന്ന് എൻ്റെ 2 മക്കൾക്കും ഇവിടെ നോമ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്ന മെനു അനുസരിച്ചിട്ടുള്ള റെസിപ്പീസാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഒരു മിനി പിസ്സ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് സോയാ സോസ് ഇതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് എല്ലാം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചിക്കന് ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കവർ ചെയ്ത് വെച്ചിട്ട് വേണം ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ. ഇനി അതിലേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതും അതുപോലെ ഒരു ഹാഫ് ക്യാപ്സിക്കവും വേണം. ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്താലാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടുക. പിന്നെ ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്ക് നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് വെള്ളം കൂടി വറ്റി വന്നാൽ സംഭവം സെറ്റാണ്. ഇതുപോലെ ഒട്ടും വെള്ളം ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് വേണം എടുക്കാൻ. ഇനി അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജീസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പേ അതിൽ കുറച്ച് മയോണൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ കൂടി ആഡ് ചെയ്ത് വെച്ച് നല്ലോണം മിക്സ് ആക്കിയാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കിട്ടും. ഫില്ലിംഗ് റെഡിയാക്കിയാൽ പിന്നെ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേയൊക്കെ പിന്നെ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്.
ഇതുപോലെ കുറച്ച് ബട്ടർ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു പാനിൽ ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഫില്ലിംഗ് വെച്ചെടുക്കണം. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഈ ഒരു സമയത്തെല്ലാം വെക്കാൻ. ഇതിൻ്റെ മൊത്തം കുക്കിങ്ങിലും തീ നല്ല ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇതുപോലെ അതിൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം സ്ലൈസ് ചീസ് എടുക്കാം. സ്ലൈസ് ചീസ് ഓരോന്നായിട്ട് നമുക്ക് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അതുകൊണ്ടാണ് അവർ നോമ്പെടുത്ത സമയത്ത് ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചീസ് മെൽറ്റായിട്ട് വരും. അപ്പോഴേക്ക് നമ്മളെ സ്നാക്ക് റെഡിയായി. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലൻ്റെ ലീഫ് ഞാൻ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മളെ സ്നാക്ക് സെറ്റ് ആയിട്ടുണ്ട്. അത് ഇതുപോലെ എടുത്തിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുട്ടികളെല്ലാം ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ ഈ 2 സ്നാക്ക് ഐറ്റംസ് ആണ് ഇന്നത്തെ നമ്മളെ നോമ്പ് തുറക്കുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം ടേബിൾ സെറ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. ഏകദേശം ടൈം ആവാനായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ 2 ഐറ്റംസ് ആണിത്. നല്ല വെറൈറ്റി കൂടി ആയതുകൊണ്ട് ഇഫ്താർ പാർട്ടികളിലെല്ലാം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും സ്റ്റാർ ആവാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണം. ടേബിളിലേക്ക് ആൾക്കാർ ക്ഷമയെല്ലാം നഷ്ടപ്പെട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.